നമസ്കാരം. ഞാൻ ഫിലിപ്പ്. ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഈ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ ഇവിടെ എങ്ങനെ വാങ്ങാൻ കഴിയും? ഏകദേശം എന്തൊക്കെയായിരിക്കും അതിൻ്റെ വില എന്നറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഏത് രീതിയിൽ ഇവർക്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നിങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ അതിന് മുൻപ് എൻ്റെ നാട്ടുകാരോട് ഇത് ഫേസ്ബുക്കിലെ നമ്മുടെ നാട്ടുകാരോടാണ്. പിന്നെ ഒരു അതായത് ഞാൻ ഈ സാധനം അതായത് എപ്പോൾ സാധനം വരുന്നോ അത് ആ ആഴ്ചയിലെ ആ സാധനം വരുന്ന ആ ആഴ്ചയിലെ ഒരു ഞായറാഴ്ച മാത്രമേ സെയിലുണ്ടായിരിക്കുകയുള്ളൂ. ഈ ഞായറാഴ്ച ഒറ്റ ദിവസം സെയിൽ കഴിഞ്ഞാൽ അത് വൈകുന്നേരം 7 മണി വരെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ സാധനം അടച്ചിട്ട് ബാക്കിയുള്ള സാധനം പാക്ക് ചെയ്ത് ഞാൻ ഒരുപാട് ഓർഡറുകളുണ്ട്. അവർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇവിടെ നമ്മുടെ നാട്ടുകാർക്ക് തരാൻ കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ പൊതുവേ നമ്മുടെ എന്ത് കാര്യങ്ങളും ഞാൻ നാട്ടുകാർക്ക് കൊടുത്താണ് ഞാൻ വളർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നാട്ടുകാർക്ക് കൊടുക്കുന്ന വില നിലവാരം ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞ ഡൽഹിയിൽ 30 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ഏകദേശം 60 രൂപയ്ക്കായിരിക്കും ഞാൻ ഇവിടെ കൊടുക്കുക. അതായത് 30 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം 60 രൂപ. ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എപ്പോഴും അതിങ്ങനെ ഡബിളാക്കി ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു 60ൻ്റെ സാധനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് വരും. അതായത് 30ൻ്റെ സാധനം 60 രൂപ. കാരണം ഇതിന് പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഓർഡറുകൾ വരുന്നത് കൊണ്ട് ഞാൻ GST എന്തായാലും എടുത്തേ പറ്റുള്ളൂ. കാരണം കാര്യങ്ങൾ ഇനി ലീഗലി വളരെ പ്രോപ്പറായിരിക്കണം. കാര്യം എന്തിനാണെങ്കിലും കുറച്ച് ബിസിനസ് നടക്കാൻ സാധ്യതയുണ്ട്. ആ സ്ഥിതിക്ക് എനിക്ക് GST എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ GST എടുക്കുമ്പോൾ എനിക്ക് അപ്പോൾ കൃത്യമായിട്ടുള്ള വില കാണിക്കുന്നത് കൊണ്ട് തീരെ താഴ്ത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഹോൾസെയിലിൻ്റെ മറ്റു റേറ്റാണ്, അത് ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ റേറ്റ്. എപ്പോഴും അങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുക. അവിടെ ഞാൻ 30 പറയും. പിന്നെ അപ്പോൾ ഈ ഒരു റേഞ്ച് ആയിരിക്കും. എന്നാലേ അത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും വേറൊരു കാര്യം പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും സാധനം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇടും. അപ്പോൾ എപ്പോൾ സാധനം വരുന്നോ ആ സമയത്ത് ആ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രമേ സെയിലുണ്ടായിരിക്കുകയുള്ളൂ. അതും 7 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യുകയും ചെയ്യും. 7 മണി വരെ മാത്രം. ബാക്കി സാധനം ഞാൻ ഇങ്ങനെ പിന്നെ ഇതുപോലെ ഓർഡറുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ യൂട്യൂബിലെ ഫോളോവേഴ്സിനോടാണ്. പിന്നെ എങ്ങനെയാണ് സാധനം വാങ്ങുന്നതെന്ന് ചോദിച്ചായിരുന്നു. എൻ്റെ ഈ നിരക്കാണ്. അവിടുത്തെ GST, അടുത്ത് എനിക്ക് ഇവിടെ വരുന്ന GST, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഏകദേശം ഒരു 8 മുതൽ ഒരു 12 രൂപയ്ക്കകത്ത് ലാഭം കിട്ടുന്ന, അതായത് 100 രൂപയ്ക്ക് 8 മുതൽ 12 വരെ രൂപയ്ക്കകത്ത് ലാഭം കിട്ടുന്ന ഒരു വിലയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 100 രൂപയുടെ സാധനം 160 രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ്. 100 രൂപയുടെ സാധനം 160 രൂപയായിരിക്കും. 50 രൂപയുടെ സാധനം 80 രൂപയായിരിക്കും. 25 രൂപയുടെ സാധനം 40 രൂപയായിരിക്കും. ഞാൻ 20 രൂപയ്ക്ക് ഞാൻ അവിടെ ഒരു ചെരുപ്പ് കാണിച്ചായിരുന്നു. ഡൽഹിയിൽ ഞാൻ ഒരു ചെരുപ്പ് കാണിച്ചായിരുന്നു. ഇത് 20 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ 20 രൂപയുടെ ഇവിടെ വരുമ്പോൾ ഉള്ള വില എന്ന് പറയുമ്പോൾ 32 രൂപയായിരിക്കും എൻ്റെ ഹോൾസെയിൽ റേറ്റ്. പിന്നെ വേറൊരു കാര്യം, മിനിമം 10,000 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുന്നവർ മാത്രം ലോങ്ങിൽ നിന്ന് വന്നാൽ മതി. കാരണം ഇല്ലെങ്കിൽ അതുകൊണ്ട് വേറെ പ്രയോജനമില്ല. അല്ലാതെ വന്നിട്ട് കാര്യമില്ല. ഞാൻ തരുന്നതുകൊണ്ട് അർത്ഥമില്ല. പിന്നെ കാരണം ഞാൻ ഇപ്പോൾ നാട്ടുകാർക്ക് അത് കൊടുക്കാതെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ തരുന്നത്. കാര്യം ഇതിൻ്റെ വേറൊരു വിഷയം, അപ്പോൾ ഒരുപാട് ഓർഡറുകളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ വയനാട്, മലപ്പുറത്ത് തന്നെ 4 ഓർഡറുകൾ, കോഴിക്കോട് 2 ഓർഡറുണ്ട്, നമ്മുടെ വളാഞ്ചേരി, പിന്നെ മുണ്ടക്കയം, പാല, ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ ഓർഡറുകളുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അപ്പോൾ പിന്നെ പ്രധാനമായിട്ട് പിന്നെ നമ്മുടെ പള്ളിക്കര കാക്കനാട് ഇപ്പോൾ വൈകുന്നേരം ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഗതി അപ്പോൾ കുറേശ്ശെ എൻ്റെ കാശിനനുസരിച്ചിട്ട് ഞാൻ എങ്ങനെ എടുക്കുന്നു, അപ്പോൾ അത് ഒരു ടീമിന് ഞാൻ കൊടുക്കുന്നു, അവരുടെ കാശ് വാങ്ങുന്നു, അടുത്ത സാധനം വരുത്തുന്നു, അടുത്ത ടീമിന് കൊടുക്കുന്നു. എന്തിനാണെങ്കിലും ഒരു കാര്യം,
എന്നെ സമീപിക്കുന്നത് വലിയ ബിസിനസ്സുകാരൊന്നും വന്നിട്ട് കാര്യമില്ല, കാരണം എൻ്റെ കയ്യിൽ കാശില്ല. പിന്നെ നമ്മുടെ ഫുട്പാത്തൊക്കെ സെയിൽ ചെയ്യുന്നത്, എന്നെപ്പോലെ ഫുട്പാത്ത് സെയിൽ ചെയ്യുന്നവർ വരുന്നതാണ് നല്ലത്. അപ്പോൾ അവർക്ക് വരുന്നൊരു വില എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ച ആ 20 രൂപയുടെ ചെരുപ്പ് 32 രൂപ വില വരും. 29 രൂപ പറഞ്ഞ ചെരുപ്പ് 45 രൂപ വില വരും. 30 രൂപ പറഞ്ഞ ചെരുപ്പ് 47 രൂപ 50 പൈസ വില വരും. പിന്നെ ഏതാണ് ഇങ്ങനെ അതായത് ഈ ഒരു റേഞ്ചിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബാക്കി കൃത്യമായിട്ടുള്ള വില നിലവാരം ഞാൻ ആവശ്യക്കാർക്ക് ഞാൻ കൃത്യമായിട്ട് ഫോട്ടോ ഇട്ട് അതിൻ്റെ വിലയും പറയുന്നതാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ക്യാഷ് ഡീലിങ്സ് ബാങ്കിൽ കൂടെ തന്നെ ചെയ്യണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അതെല്ലാവരും പ്രത്യേകം ഓർക്കുക. അപ്പോൾ അഥവാ സാധനം എടുക്കാൻ വരുന്നത് ഇപ്പോൾ എനിക്ക് ആ വഴി ചോദിച്ചിരിക്കുന്ന ചേട്ടനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് ഡീലിങ്സ് എപ്പോഴും ബാങ്ക് വഴി ഉള്ള ഇതായിരിക്കണം. പിന്നെ അത് പേടിഎം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തിനായാലും അങ്ങനെ ബാങ്കിങ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ലീഗലി അത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. മാത്രമല്ല, എനിക്ക് ഇവിടെ കയ്യിൽ ക്യാഷൊന്നും ഒരിക്കലും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബാങ്കിങ് ഡയറക്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് വേറെ അതിൽ ടെൻഷനില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഇതിങ്ങനെ മാത്രമേ എനിക്ക് ഓർഡറുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പൊതുവേ അടിസ്ഥാനപരമായിട്ട് എനിക്ക് കൂലിപ്പണിയാണ്, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. അപ്പോൾ തുച്ഛമായ പൈസയ്ക്കകത്തുള്ള റോളിംഗ് ആണ്. അപ്പോൾ ഒരാൾക്ക് കൊടുത്തിട്ട് ആ കാശ് വാങ്ങിയിട്ട് വേണം എനിക്ക് അടുത്ത സാധനം പർച്ചേസ് ചെയ്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ. ഇത് മാത്രമേ എനിക്ക് കഴിയുള്ളൂ. പിന്നെ അപ്പോൾ ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി ഞാൻ ഇത് സംവിധാനം ചെയ്യുന്നതാണ്. പിന്നെ ഡയറക്റ്റ് പോയി വാങ്ങേണ്ടവർക്ക് അവർക്ക് ഞാൻ ഇതുപോലെ അങ്ങനെ വഴിയും കറക്റ്റ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെ വിളിച്ചാൽ മതി. ഇതെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, ഇതൊരിക്കലും മറ്റുള്ള വലിയ ബിസിനസ്സുകാർക്ക്, ബ്രാൻഡഡ് സാധനം വിൽക്കുന്നവർക്കൊന്നും ഒരു ഭാരമായിട്ടോ ബുദ്ധിമുട്ടോ ആയിട്ടോ വരുന്നതല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ലാഭം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് കടയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ഇനി നാളെ ഒരു കടയൊക്കെ എടുക്കേണ്ടി വന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ വെക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും എനിക്കും അവരെ പോലെയൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും എന്നാലും ജനങ്ങളിലേക്ക് കഴിയുന്നതും വില കുറച്ച് സംഗതികൾ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അതിനോടാണ് എനിക്ക് താല്പര്യം. കാരണം എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ചെറിയ വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം, ഞാൻ ഈ സാധനം തരുന്നതിനോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസമുള്ള സെയിലിൽ അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് ഞാൻ ഈ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കും. പക്ഷേ ഈ വിലയേ ഉള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം. ചിലപ്പോൾ ചെരുപ്പുകളായിരിക്കില്ല, ചിലപ്പോൾ ചിലപ്പോൾ ക്രോക്കറി ഐറ്റംസുകളായിരിക്കാം. അപ്പോൾ ക്രോക്കറി ഐറ്റംസൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഇത് കൂടും. എന്താണ്, GST കൂടും. 18%. അപ്പോൾ അതനുസരിച്ച് വിലയും കാര്യങ്ങളൊക്കെ മാറി വരും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് ഫോളോ ചെയ്യുക. ബാക്കി ഇതുപോലെ എന്ത് തന്നെയാണെങ്കിലും വിളിച്ചാൽ മതി. എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ സാധനം കിട്ടുന്നത് പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ കാട്ടാക്കട എന്ന് പറയും. കാട്ടാക്കടയിൽ പേരകുണം എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ അപ്പോൾ എങ്ങനെയാണ് എത്തേണ്ടത് എന്നൊക്കെ കാര്യം ഞാൻ കൃത്യമായിട്ട് പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മാത്രമല്ല, എന്നെ വിളിച്ചിട്ട് മാത്രമേ വരാവൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എടുക്കുന്നത് ഒരു കസ്റ്റമറിന് കൊടുക്കുന്നു. ആ കാശ് എടുത്തിട്ട് വേണം എനിക്ക് അടുത്ത കസ്റ്റമറിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വിളിച്ച് കൃത്യമായിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ വരാവൂ.